എപ്പോ വരും നിങ്ങളുടെ ഈ ബോസ് സാറ്? അത് സാറിനെ അറിയൂ. അപ്പൊ എന്താ ചെയ്യാം? ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയിട്ട് വരാം. ബോസ് സാർ വരുമ്പോ വിളിപ്പിച്ചാൽ മതി. പോയിട്ട് കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ടാ. നിക്കടാ അവിടെ. ഇയാള് നീ എവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെ കാണും. ഇവിടെ വിഷ്ണു പോവെന്ന് പറഞ്ഞാ പോയിരിക്കും. പറയുന്ന വിഷ്ണുവാ, മറക്കണ്ട. അങ്ങോട്ട് നോക്കടാ. മോനെ ശാരദാമ്മേ, ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണേലേ ചന്ദ്രബോസ് സാറ് വരണം. അതിനിടയിൽ നിനക്ക് തിക്കും തിരക്കും ആണെങ്കിലേ നീ പോയിക്കോ. ആരാ ഇക്കാര്യം പറഞ്ഞത്? നമ്മുടെ ജബ്ബാർ സാർ ഉണ്ടല്ലോ സ്റ്റേഷനിൽ, അയാളാ വിളിച്ചു പറഞ്ഞത്. സത്യാമ്മ എന്താ ഒന്നും പറയാത്തത്? ഞാനെന്ത് പറയാനാ? ചന്ദ്രബോസിന് വിഷ്ണു കുഞ്ഞിനോട് നല്ല വൈരാഗ്യമുണ്ട്. അയാളാ പക തീർക്കുമെന്നാ ജബ്ബാർ പറയുന്നത്. അത് സ്വാഭാവികമല്ലേ പിള്ളേ? പോലീസിനെ ആക്രമിച്ചു, പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, പോലീസ് വാഹനം തട്ടിയെടുത്തു, ഇത്രയൊക്കെ നടന്നില്ലേ? പക തീർക്കാൻ പോലീസ് ഇനിയും വകുപ്പുകൾ എഴുതി ചേർക്കും. ജാമ്യം പോലും കിട്ടില്ല. വിഷ്ണു കുഞ്ഞ് ആദ്യമായിട്ടല്ലല്ലോ ഇങ്ങനെയൊക്കെ. അന്നവനെ സത്യഭാമയുടെ മകനായിരുന്നു, ഇന്നവനതല്ല. ദേ, അല്ലാന്ന് പ്രഖ്യാപിച്ചത് ഞാനല്ല, അവന്. സത്യഭാമയുടെ മകനല്ലാത്ത വിഷ്ണു എത്രമാത്രം ചെറുതാണെന്ന് അവനൊന്ന് അറിയട്ടെ. സത്യാമ്മയുടെ മകൻ അല്ലാഞ്ഞിട്ടാണോ ആന്റപ്പന്റെ വീടിന്റെ ആധാരം വാങ്ങിച്ചുകൊണ്ട് ഈ കാൽച്ചോട്ടിൽ കൊണ്ടുവച്ചത്? അവനോട് അങ്ങനെ ചെയ്യാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ചോദിക്കുന്നതുകൊണ്ടും തോന്നരുത്. ഇതൊക്കെ ഒരു ന്യായമാണോ സത്യാമ്മ? ഇതാണ് സത്യഭാമയുടെ ന്യായം. ഞാൻ അവന്റെ അമ്മയാ. എനിക്കില്ലാത്ത ആശങ്കയും വിഷമമൊന്നും പിള്ളയ്ക്കും വേണ്ട. കുറ്റം ചെയ്തവൻ ശിക്ഷ അനുഭവിക്കും, അനുഭവിച്ചിരിക്കണം. ആ, പിന്നെ ഒരു കാര്യം കൂടി, പിള്ളയ്ക്ക് ശമ്പളം തരുന്നത് ഞാനാ. ഈ വിവരം മൂന്നാമതൊരു ചെവി അറിയരുത്, രാഘവേട്ടൻ പോലും. മനസ്സിലായോ? മനസ്സിലായോന്ന്? രാഘവേട്ടന് ഊണിന് സമയമായോ? വേണ്ട ഭാമേ, വിശപ്പില്ല. മനസ്സിനെന്തോ ഒരു സുഖക്കുറവ്. അടുപ്പമുള്ള ആർക്കോ എന്തോ ആപത്ത് വരാൻ പോണ പോലെ. എന്താടാ പിള്ളേ, ഇയാൾക്കെന്ത് പറ്റിയോടൂ? സാറേ, അത് പിള്ളേ. എന്താ ഭാമേ? എടോ എന്താടോ? പിള്ളയുടെ കൊച്ചുമോൾക്ക് ഒരു പനി. രാഘവേട്ടന് അറിയാലോ, ആ കുഞ്ഞെന്ന് വെച്ച പ്രാണനാ പിള്ളയ്ക്ക്. ലീവ് എടുത്ത് പൊയ്ക്കോളാൻ ഞാൻ പറഞ്ഞതാ. പറഞ്ഞിട്ട് കേക്കണ്ടേ? ഇവിടുത്തെ ജോലി മുടങ്ങുമല്ലോന്ന്. എന്തുവാടോ? ഇവിടുത്തെ മലമറിക്കുന്ന പണി എന്തുവാടോ? ഇയാള് പോട്ട് വാടോ. അല്ല സാറേ, അത് എടോ പോയിട്ട് വാടോ, പോ. പാവം കുഞ്ഞിനൊരു അസുഖം വന്നപ്പോ ആ കണ്ണു നിറഞ്ഞ കണ്ടില്ലേ? അങ്ങനെയാ ഹൃദയമുള്ളവര്. പണ്ടേ വിഷ്ണു ഓടി വീണ് മുട്ടുപൊട്ടിയപ്പോ നീ എത്ര രാത്രിയാ ഉറങ്ങാതിരുന്ന് ഓർക്കുന്നുണ്ടോ ഭാമേ?
എന്റെ അമ്മയുടെ ദേഹത്ത് ഒരു നുള്ളി പൂഴി വീണ കളി മാറുവേ. പറഞ്ഞില്ലാന്ന് വേണ്ട. നിങ്ങൾക്കിത് എന്തിന്റെ കേടായിരുന്നു? ഇതിനു മുൻപ് നിങ്ങളല്ലേ അമ്മയെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയത്? കൊച്ചു കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ എലിവേഷൻ ചേർത്തു എന്ന് പറഞ്ഞോണ്ട്. അത്രയും പോലും ശ്രദ്ധയില്ലാത്ത നിങ്ങളാണോ ഇനി ഹോട്ടലിൽ നടത്തി രക്ഷപ്പെടാൻ പോകുന്നത്? 4 ഓലമറ കുത്തിച്ചാരി വെച്ച ഹോട്ടലാവോ? വലിയ താജ്മഹൽ ആയിരുന്നല്ലോ പണിഞ്ഞു വെച്ചിരുന്നത്. അത് കത്തിയതിനൊരു കേസും. കത്തിപ്പോയത് നന്നായെന്നേ ഞാൻ പറയൂ. ഇല്ലെങ്കിൽ ഒരു പട്ടിക്കുറുക്കം പോലും കേറാനില്ലാത്ത ഓലപ്പുര ചെതലരിച്ച് തന്നെ മൂക്കും കുത്തി വീഴുമായിരുന്നു. ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് മൂങ്ങെ പോലെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്റെ അമ്മയ്ക്ക് എന്തേലും വിഷമം ഉണ്ടായ ഹോട്ടലല്ല, നിങ്ങളെ ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കും. ഷാരിയേ, എടി ഷാരിയേ, എടി ഷാരിയേ, ഇറങ്ങി വാടി. എടി നീ അതിന് ഒളിച്ചിരിക്കാന്നാടി, ഞാൻ ഇറങ്ങി വാടി. എടി നിന്നോടടി പറഞ്ഞു ഇറങ്ങി വാടി. അയ്യോ ഇതാരാ? അയ്യോ ബസന്നസാരി കൊച്ചമ്മയല്ലേ വരുന്നേ? ഒന്ന് കാണാൻ തരപ്പെട്ടല്ലോ, അടിയന്റെ ഭാഗ്യം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നീ ഇവിടെ പുതിയ കച്ചവടമൊക്കെ തുടങ്ങിയെന്ന് കേട്ട് ഒന്ന് കാണാൻ വന്നതാ. അയ്യോ പുതിയ കച്ചവടം അല്ലല്ലോ, പഴയ കച്ചവടം. അടിയന് തെറ്റിയതാണേ. നേരത്തെ കച്ചവടം ഉണ്ടല്ലോ, ഇപ്പൊ ഒന്ന് വിപുലപ്പെടുത്തിയെന്ന് മാത്രം. ആരാ മെയിൻ കസ്റ്റമർ? ബാലേന്ദ്രൻ തന്നെ. ആരായാലും വാങ്ങാൻ പാങ്ങുള്ളവനായിരിക്കും. നിങ്ങൾക്കതില്ലെന്ന് തെളിയിച്ചതല്ലേ? എടീ നീ എന്ത് പറഞ്ഞാലും എന്നെ അത് സ്പർശിക്കല്ല, മനസ്സിലായോ? ഇരുട്ടിന്റെ മറവിലും ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ പരിധി നടക്കുന്ന സ്ത്രീകളുണ്ടല്ലോ, അവര് പറയുന്നതിന് കൊടുക്കുന്ന വിലയെ നാട്ടുകാർ നിനക്കൊക്കെ തരത്തുള്ളൂ. നിങ്ങളിപ്പോ പോ, അതാ നല്ലത്. എടി പോവാൻ തന്നെ വന്നത്, പക്ഷേ അതിനു മുമ്പ് ഇതിങ്ങി തന്നേക്ക്. ഞാൻ കിട്ടിയ താലിയായത്. ഇതിട്ടോണ്ട് വേണ്ട നിന്റെ കച്ചവടം. കൈയെടുക്ക്. കൈയെടുക്കാൻ. പഠിപ്പിക്കുന്ന പിള്ളേരെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ല, ചായ കുടിക്കാൻ ഹോട്ടലിൽ കയറാൻ പറ്റത്തില്ല, 4 പേര് കൂടുന്ന ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. എല്ലായിടത്തും പരിഹാസ ചിരിയും അർത്ഥം വെച്ചൊരു നോട്ടോ. ബാലേന്ദ്രന്റെ ശാരികയുടെ അവിഹിത എല്ലായിടത്തെ സംസാര വിഷയം. അതുകൊണ്ട് രാജീവ് കെട്ടിയ ഈ താലി ഇനി തന്നേക്ക്. എനിക്കിനി ഈ ബന്ധം വേണ്ട. കൈയെടുക്കാനാ പറഞ്ഞത്. എടുത്തില്ല നീ എന്തോ ചെയ്യും? കൈയെടുക്കണോ? ദാ ഇതല്ലേ നിങ്ങൾക്ക് വേണ്ടത്?
എടുക്കണ്ടേ? ഹ, നിങ്ങളല്ലേ ഇത് വേണമെന്ന് പറഞ്ഞത്? ദേ വെച്ചോ നിങ്ങൾ കെട്ടിയ താലി. താലി മാത്രമല്ല, മാലയും നിങ്ങൾ ഇട്ടത് തന്നെയാ. കൊണ്ടുവെക്കോ. നിങ്ങൾ എന്റെ താലിമാലയിൽ പിടുത്തോട്ടപ്പോ കൈയെടുക്കാൻ ഞാൻ പറഞ്ഞതേ ബന്ധം വെച്ചു പോകുന്ന ഭാര്യയുടെ മനോവ്യത കൊണ്ടല്ല. അല്പം മുമ്പ് എന്നെ അസഫ്യം പറഞ്ഞ പുഴുത്തു നാറിയ ആ നാവ് സ്ഥിതി ചെയ്യുന്ന ശരീരം എന്നെ സ്പർശിക്കുന്നതിലുള്ള അറപ്പ് കൊണ്ടാ. ബന്ധം തീർന്നല്ലോ. ദേ മേലാൽ ഈ പടി ചവിട്ടി പോകരുത്. ഇറങ്ങു വെളിയില്. ഇറങ്ങാൻ. നിനക്കെന്താ വേണ്ടത്? എന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കണോ? കത്തിക്കടി. എൻ്റെ ഭാര്യയാവാൻ പോകുന്ന കുട്ടിയെ കാണണ്ടേ ഇയാൾക്ക്? എൻ്റെ കൺമുന്നിലുണ്ടവൾ, ഹൃദയത്തിൽ, രക്തത്തിൽ. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം, പടിമേലെ നിൽക്കും ബാലചന്ദ്രനോ തിടുക്കം. ശാരികേ, എന്റെ ശാരികേ.
ശാരിക പെങ്കിളി അരമതിലയിൽ ഇരിപ്പുണ്ടായിരുന്നു. ശാരിക, ഒരു സന്തോഷ വാർത്തയുണ്ട്. അവനെ വിഷ്ണുവിനെയും പോലീസ് നോക്കി. അവന്റെ എല്ലിന്ന് വെള്ളമാവും. ശാലിനി സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ പോയേക്കുക. അത് കഴിഞ്ഞിറങ്ങി അവളെയും പൊക്കും. ശാലിനി അവള് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പോയെന്നോ? ആ അതെ. അപ്പൊ അവള് കളക്ടറാവും. എന്തായാലും അവര് ആ വിഷ്ണുവും ശാലിനിയും തമ്മിലുള്ള സ്വരുമ സമ്മതിച്ചു കൊടുക്കണം. ശാലിനെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസുകാരെ കബളിപ്പിച്ച് അവരുടെ ജീപ്പിലാ വിഷ്ണു ശാലിനെ പരീക്ഷ എഴുതാൻ കൊണ്ടുപോയത്. അവള് കളക്ടറാവാൻ പാടില്ല ബാലേട്ടാ. അതൊക്കെ നടക്കും. നമ്മൾ ഈ കേസൊന്ന് മുറുക്കിയാൽ മാത്രം മതി. അത് ഞാൻ തന്നെ ഹോട്ടലിൽ തീ വെച്ചെന്ന് പറഞ്ഞപ്പോ ശാരിക എന്നോട് പിണങ്ങിയതല്ലേ അല്ലേ? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ ചെയ്തത് ബുദ്ധിയല്ലേ? ബാലേട്ടൻ ചെയ്തത് തന്നെയാ ശരി. ആ ഞാനേ ശരി മാത്രമേ ചെയ്യുള്ളൂ. അതാണ് ഈ ബാലചന്ദ്രന്റെ ഒരു പ്രത്യേകത. ശാരിക എന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാ മാത്രം മതി. ഞാൻ നിൽക്കുന്നുണ്ടല്ലോ ബാലേട്ടന്റെ കൂടെ. അങ്ങനെ അല്ലെന്നേ, കുറച്ചുകൂടെ ഡീപ്പായിട്ട്, ആത്മാർത്ഥമായിട്ട്. എനിക്ക് എന്താ ആത്മാർത്ഥത കുറവുള്ളതായിട്ടാ ബാലേട്ടന് തോന്നിയിരിക്കുന്നത്? എന്റെ അമ്മയും അനിയത്തിയും അവളുടെ ഭർത്താവിനെയൊക്കെയാ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിരിക്കുന്നത്. പറഞ്ഞു തരാം. ഇവിടെ ഇപ്പൊ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ശ്യാമ കുറുപ്പ് സാറിനെ കാണാൻ വേണ്ടി പോയിരിക്കുക. നന്നായി. ഒന്നും മനസ്സിലാവാത്തൊരു LKG കുട്ടിയെ ചാരിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോ നാട്ടിൽ പൊതുവെ സംസാരം നമ്മളെ രണ്ടുപേരെ പറ്റിയ ബാലചന്ദ്രനും ശാരികയും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ. അതൊക്കെ പറയുന്നവരുടെ മനസ്സിലെ വൃത്തികേടല്ലേ? നമ്മുടെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ലാന്ന് നമുക്കറിയാലോ. എന്നാലേ എന്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടെങ്കിലോ? ബാലേട്ടാ, ശാരിക പറഞ്ഞല്ലോ അമ്മ അനിയത്തെയും അവളുടെ ഭർത്താവിനെയൊക്കെ സ്റ്റേഷനിൽ കയറ്റിയ കാര്യം. അതുകൊണ്ട് എനിക്കെന്താ ശാരിക പ്രയോജനം? എന്റെ ചേച്ചി രാജേശ്വരിക്ക് ശാരദാമ്മയോടും മക്കളോടും വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാ. അത് ഈ മണ്ണിന്റെ കാര്യത്തിലാ. ചേച്ചിക്ക് മണ്ണാ വീക്ക്നെസ് എങ്കിൽ എനിക്ക് വീക്ക്നെസ് വേറെയാ. ശാരിക എന്ന് പണം കടം ചോദിക്കാൻ വന്നപ്പോൾ തന്നെ ഞാൻ ശാരികയോടുള്ള താല്പര്യം തുറന്നു പറഞ്ഞതാ. അത് വെച്ചാ ഹോട്ടല് കെട്ടാനും പിന്നെ അത് കത്തിക്കാനും ഒക്കെ ബാലചന്ദ്രൻ ചോള ഇറക്കിയത്. ഇനി കേസും കോടതിയൊക്കെ പണം എത്ര പൊടിയുന്നാ? എല്ലാം ശാരികയ്ക്ക് വേണ്ടിയാ. ശാരദാമ്മയെ തകർക്കാൻ, ശാലിനി കളക്ടറാവാതിരിക്കാൻ. ശാരികയുടെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ സാധിച്ചു തരുമ്പോ എന്റെ ചെറിയൊരാഗ്രഹം ശാരിക സാധിച്ചു തരാതിരിക്കുന്നത് മോശമല്ലേ?